ഹലോ മഞ്ചന്മാരെ, നമുക്ക് അങ്ങനെ ലൈഫ് ഫിഷിൻ്റെ കൊറിയറും കാര്യങ്ങളൊക്കെ നമ്മൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ലൈഫ് ഫിഷിൻ്റെ കൊറിയർ ഇപ്പോൾ നമ്മൾ കൊറിയർ ഓഫീസിൽ പോയി ഇപ്പോൾ എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കൊറിയർ ഓർഡർ ചെയ്തതിൻ്റെ അവിടെ നിന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഫിഷിനെ ഇപ്പോൾ എടുത്തേക്കുന്നത്. നമ്മൾ തൃശ്ശൂരിൽ നിന്നൊരു ഫാമിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. 3 വെറൈറ്റി ഫിഷിനെ ഇപ്പോൾ നമ്മൾ കൊറിയർ എടുത്തേക്കുന്നത്. അതിപ്പോൾ നമ്മൾ ഇനി പൊട്ടിക്കാൻ പോവാണ്. തൃശ്ശൂരിൽ നിന്ന് 3 വെറൈറ്റിൻ്റെ ഫുൾ ഗോൾഡും ഉണ്ട്. ഫുൾ ഗോൾഡിൻ്റെ ട്രൈ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് പൊട്ടിച്ചിട്ടുണ്ട്. പൊട്ടിച്ചിട്ട് നമ്മൾ ഇളക്കിയിട്ട് കാണിക്കാം. അപ്പം അനിയത് പൊട്ടിക്കാൻ പോകണം. സ്റ്റിക്കർ ഇളക്കടാ. ആ സ്റ്റിക്കറും ഇളക്കിക്കളാം. പൊട്ടിക്കുക. ഇപ്പോൾ പൊട്ടിച്ചിട്ട് അത് നമുക്ക് ഫിഷിനെയൊക്കെ എടുക്കാം. നല്ല സേഫായിട്ട് പാക്ക് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. നമുക്ക് നല്ല പേപ്പറൊക്കെ വെച്ച് നല്ലതായിട്ട് സേഫായിട്ട് പൊതിഞ്ഞ് വെച്ചേക്കുവാണ് ഫിഷിനെ. നമുക്കിനി എടുത്ത് കാണിച്ചു. നമ്മൾ 3 വെറൈറ്റിയാണ് എടുക്കുന്നത്. എല്ലാം സേഫായിട്ടാണ് വന്നേക്കുന്നത്. ഓരോന്ന് മൊത്തം എടുക്കടാ. ആദ്യമേ കാണിക്കാൻ പോകുന്നത് നമ്മുടെ നല്ല പൊളി വെറൈറ്റി ആയിട്ടുള്ള ഡാർക്ക് നൈറ്റ് ഡ്രാഗൺ ആണ്. ഡാർക്ക് നൈറ്റ് ആൻഡ് ജൂവൽ വെറൈറ്റി ആണ്. ജൂനിയർ സൈസ് ആണ് മൊത്തം. ഡാർക്ക് നൈറ്റ് ഡ്രാഗൺ ഇപ്പൊ ഇരുട്ടാണ്, നല്ലതായിട്ട് കാണാൻ പറ്റത്തില്ല. നമുക്ക് ഇനി ഗ്ലാസിനകത്തൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ലതായിട്ട് കാണിച്ചു തരാം. അവിടെ ചെറിയ നല്ല ഇപ്പൊ ചെറുതായിട്ട് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിനി കവറിനകത്ത് 2 പാക്കിംഗ് ആണ് വന്നേക്കുന്നത്. നല്ലതായിട്ട് പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ നമ്മുടെ ഫുൾ ഗോൾഡ് ആണ്. ഫുൾ ഗോൾഡ് ട്രേ എടുത്തിട്ടുണ്ടായിരുന്നു. ട്രയോ ആണ് എടുത്തേക്കുന്നത്. ട്രയോ അതിന്റെ 2 ജൂനിയർ സൈസ് ആണ്. നേരത്തെ എടുത്തത് അത് ചത്തുപോയായിരുന്നു. പിന്നെ നമ്മുടെ എപ്പോഴത്തെയും നല്ല കിണ്ണം വെറൈറ്റി ആയ നമ്മുടെ പ്ലാറ്റിനം റെഡ് ടെമ്പോയർ ആണ്. നല്ല ഈറക്കുള്ള നല്ല ഐറ്റം ആണ്. ഒന്നിന് വലിയ ഡാമേജ് ഒന്നും പറ്റിയില്ല, ഡെത്ത് ഒന്നും ആയിട്ടില്ല. നല്ല ക്വാളിറ്റിയിലാണ് നമ്മൾ അയച്ചും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പാക്കിങ്, 2 കവർ വെച്ച് പാക്കിങ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തേക്കുന്നത്. നമുക്ക് ഇനി ഇവര് ടെമ്പറേച്ചർ ഉണ്ടാ ഇവർക്ക് വേണ്ടി നമ്മൾ നേരത്തെ ടാങ്കെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുവായിരുന്നു. ടാങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഞാൻ അതിനൊക്കെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിടാം. നമുക്കിനി ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കാണിക്കാം. ഇപ്പം ടെമ്പറേച്ചർ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇനി തുറന്നു വിടാൻ പറ്റത്തുള്ളൂ. പിന്നെ എല്ലാവരുടെ കവറ് കാര്യങ്ങളൊക്കെ നമുക്ക് പൊട്ടിച്ച് ഇനി ഇറക്കി വിടണം. ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി കാണിക്കാം. ഗിയർ ഗപ്പി വന്നതിനകത്ത് 3-4 കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് കാണാൻ പറ്റും നമുക്ക്. അതിൻ്റെ അടിയിൽ കൂടെ ചെറുത് 2 കുഞ്ഞുങ്ങളും ഒക്കെ പോകുന്നുണ്ട്. അതിനകത്ത് പിന്നെ കുഞ്ഞുങ്ങളെ ഇപ്പം അതിനകത്തൊന്ന് പിടിച്ച് മാറ്റാൻ പോകണം. നമ്മൾ 3 കുഞ്ഞുങ്ങളാണ്ട് ഉള്ളു അതിനകത്ത്. ബ്രീഡായതാണ്. നമുക്ക് അതിനെ എളുപ്പം മാറ്റാം, അല്ലെങ്കിൽ ഇവര് അതിനെയും കൂടെ തിന്നും. കുഞ്ഞുങ്ങളെ എല്ലാം പിടിച്ചിടും. ബിഗ് ഗിയറിൻ്റെ കുഞ്ഞുങ്ങളായിരുന്നു, 4 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഇതിനകത്ത് കവറിനകത്ത് തന്നെ കടന്ന് ബ്രീഡായിരുന്നു. നമ്മുടെ 4 കുഞ്ഞുങ്ങളെ ഒരു ടാങ്ക്, നമ്മൾ ചെറിയൊരു ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തോട്ട് മാറ്റാൻ പോകണം. അപ്പോൾ അനിയും പിടിച്ചതിനകത്തിട്ടുണ്ടോ? ഒരെണ്ണം തന്നെ ഇപ്പോൾ പിടിച്ചിട്ടുണ്ട്. ഫുൾ റെഡിൻ്റെ കുഞ്ഞുങ്ങളെയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. ഫുൾ റെഡിൻ്റെ കുഞ്ഞുങ്ങളെ ഇപ്പോൾ മാറ്റിയിട്ടേക്കുന്നത്. ഇപ്പോൾ ഇച്ചിരി സൈസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അവിടെ മെയിലിനൊക്കെ ഇച്ചിരി റെഡിഷ് കളറും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. ഇപ്പോൾ കവറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അയച്ചിട്ടുണ്ട്. 2 കവർ വെച്ചാണ് ഇവർ പാക്ക് ചെയ്തിട്ടേക്കുന്നത്. അതുകൊണ്ട് നല്ല സേഫായിട്ടാണ് മീൻ എത്തിയിരിക്കുന്നത്. കുഞ്ഞിക്കും അയച്ചുവിടാം. അതിൻ്റെ കവറും കാര്യങ്ങളൊക്കെ ഇപ്പം അയച്ചു വിടുകയാണ്. ഇപ്പോൾ ഒരു കവർ ഇപ്പോൾ 2 കവർ പാക്കിങ് ചെയ്ത് ഇപ്പോൾ 2 കവർ അയച്ച് കളഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഫുൾ ഗോൾഡിൻ്റെ 2 പാക്കിങ് കവർ നമ്മളിപ്പോൾ അയച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി പൊട്ടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഡാർക്ക് നൈറ്റ് ഡ്രാഗനെ ഇപ്പോൾ അയക്കാൻ പോകണം. നല്ല മുറുക്കിയാണ് ഇത് കെട്ടിയിരിക്കുന്നത്. നല്ല റബ്ബർ ബാൻഡൊക്കെ ഇട്ട് സേഫായിട്ടാണ് 2 പാക്കിങ് ഒക്കെ ചെയ്താണ് നല്ല സേഫായിട്ടാണ് അയച്ചു വിട്ടേക്കുന്നത്. ഡാർക്ക് നൈറ്റ് ഡ്രാഗൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ജൂനിയർ സൈസ് ആണെങ്കിലും നമ്മൾ എന്നെ ഇറക്കി വിടുവാണ്.
ഒരെണ്ണം ചാടിയിട്ടുണ്ട്. കാണുന്നത് നല്ല കളറുള്ളതാണ്. നല്ല ഗ്രീനും ഡാർക്ക് കളറും കൂടെ ഒക്കെ നല്ല കയറി വരുന്നതാണ്. ഇച്ചിരി കൂടെ വളരെ ഉണ്ട്, വളരെ നല്ല സൈസും കാര്യങ്ങളൊക്കെ കയറുന്നതാണ്. വിട്ടേക്കണം മൊത്തം. പിന്നെ നമ്മുടെ പപ്പിൾ ബെറിയാണ്. പപ്പിൾ ബെറിയുടെ കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് സൈസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമ്മളതിൻ്റെ എല്ലാ ഗപ്പിയുടെയും കൂടെയുള്ള വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. ഇനി നമ്മുടെ ഫുൾ റെഡിൻ്റെ മെയിലിനെയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫുൾ റെഡിൻ്റെ മെയിലും കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ മെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യങ്ങളൊക്കെ നമ്മൾ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സെറ്റ് ചെയ്ത് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അനിയൻ്റെ കവറും കാര്യങ്ങളൊക്കെ പൊട്ടിക്കുകയാണ്. പൊട്ടിച്ച് കഴിഞ്ഞ് നമ്മളെ ഇറക്കി വിടാൻ പോകണം. ഇത് നമ്മളെ ബിഗ് ഗിയറിൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളും സെറ്റ് ചെയ്ത് നമ്മളതിനകത്ത് ഇട്ടിട്ടുണ്ട്. നമ്മളതിനെ എല്ലാവരും കൂടെ ഇറക്കി വിടാൻ പോകണം. നമുക്ക് ചെറിയൊരു കപ്പിനകത്താണ് ടെമ്പറേച്ചറും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് ഇറക്കി വിടാം വെള്ളത്തിനകത്തോട്ട്. നല്ല ബിഗ് ഗിയറും കാര്യങ്ങളും നല്ല ക്വാളിറ്റിയുള്ള മീനാണ്. നമ്മുടെ തൃശ്ശൂരുള്ള ഫാമിൽ നിന്നാണ് എടുത്തേക്കുന്നത്. നേരത്തെ ഓർഡർ ചെയ്ത ആ ഫാമിൽ നിന്ന് തന്നെയാണ് ഇപ്പോഴും എടുത്തേക്കുന്നത്. ഇറക്കി അങ്ങ് വിടുവാണ്. ഇപ്പോൾ ഇറങ്ങി എല്ലാം കൂടെ പോയിട്ടുണ്ട്. നല്ല സിൽവർ കളറും കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് കയറിയിട്ടുള്ളതാണ്. നല്ല റെഡിഷ് കളറും ഉണ്ട്. ഇപ്പോൾ ഇറക്കി വിട്ടിട്ടുണ്ട്. പിന്നെ അനിയപ്പോൾ എൻ്റെ ഫുൾ ഗോൾഡിൻ്റെ ട്രയോടെ ഇപ്പോൾ കവർ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് കാണിക്കാം. ഗോൾഡിനെ ഇപ്പോൾ അയച്ചു വിടാൻ പോകണ ഞാൻ. നല്ല കളറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഫുൾ ഗോൾഡിന് എല്ലാം കൂടെ മെയിലും ഫീമെയിലും എല്ലാം നല്ല കളറും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. നല്ല ഗോൾഡ് കളർ കയറിയിട്ടുണ്ട്. കുറച്ചും കൂടെ വലുതാകുമ്പോൾ നല്ല ഗോൾഡ് കളർ കയറിക്കോളും. ഫീമെയിലിന് എല്ലാത്തിനും ഇപ്പം നല്ല ഗോൾഡ് കളർ കയറിക്കോളും. ഇനി കൂടെ വലുതാകുമ്പോൾ നല്ല ഗോൾഡ് കളർ ഇപ്പോഴും ഉണ്ട്. അപ്പം മച്ചാമാരെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ.